പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് അമൂല്യമായ ആഭരണങ്ങൾ കവർന്നവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വെറും 7 മിനിറ്റ് കൊണ്ടാണ് മോഷ്ടാക്കൾ കൃത്യം നടത്തി രക്ഷപ്പെട്ടതെന്ന് പോലീസ്. 9 വസ്തുക്കൾ മോഷ്ടിക്കാൻ ഉദ്ദേശിച്ച സംഘം 8 എണ്ണം കൈക്കലാക്കി. സംഘത്തിലെ 4 പേരും ബൈക്കുകളിലാണ് രക്ഷപ്പെട്ടതെന്നും സുരക്ഷാ സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് മോഷണം നടന്നിട്ടുള്ളത്. വെറും 7 മിനിറ്റ് കൊണ്ടാണ് മോഷ്ടാക്കൾ ഈ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് എന്നതാണ് പുറത്തു വരുന്ന വിവരം. 9 വസ്തുക്കൾ മോഷ്ടിക്കാനായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും 8 എണ്ണം മാത്രമേ കൈക്കലാക്കാൻ സാധിച്ചുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജി ചേരുന്നുണ്ട്. അജയ്, ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മ്യൂസിയം, അവിടെ എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. അവിടെ വെറും 7 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തുക എന്ന് വെച്ചാൽ അവർ എത്രത്തോളം അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, നിലവിൽ ഈ പ്രതികൾ ആരാണെന്നോ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇവർക്ക് പിന്നിൽ ആരാണ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നാലും ഇതിനു മുൻപ് തന്നെ ഈ കവർച്ചയുടെ കാര്യത്തിൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന മ്യൂസിയം ആണെങ്കിലും ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള മ്യൂസിയം എന്നൊക്കെ പേര് കേട്ടിട്ടുള്ള സ്ഥലമാണ് ലൂവർ മ്യൂസിയം എങ്കിലും ഇതിനു മുൻപേയും ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവർച്ച നടന്നിട്ടുണ്ട്. അത് 1911 അന്ന് മൊണാലിസയുടെ ചിത്രം ഇവിടെ നിന്ന് മോഷണം പോയി. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചിത്രം തിരികെ ലഭിച്ചത്. മൊണാലിസ ഉൾപ്പെടെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല അമൂല്യ വസ്തുക്കൾ, ചിത്രങ്ങൾ എല്ലാം ഈ മ്യൂസിയത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അന്ന് മൊണാലിസയുടെ ചിത്രം കൊണ്ടുപോയതുപോലെ അത് പിന്നെ 2 വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടി. അതുപോലെ ഏതെങ്കിലും കളക്ടർമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ അവരുടെ പക്കൽ ഇത് സുരക്ഷിതമായി തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് മറിച്ചു വിൽക്കുന്ന ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ ഏജൻസികൾ അവർ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവർ 9 വസ്തുക്കൾ കവർച്ച ചെയ്യാനായിട്ടാണ് ഈ കെട്ടിടത്തിനകത്ത് കയറിയത്. ഈ മോഷണം തന്നെ വളരെയധികം ഒരു ആസൂത്രിതമായി, ഏതാണ്ട് ഈ സിനിമയിലെല്ലാം നടക്കുന്ന മോഷണം പോലെയാണ് നടന്നത്. രാവിലെ 9:30 ഈ മോഷ്ടാക്കൾ ഈ കെട്ടിടത്തിനകത്തേക്ക് കയറിയതെന്നാണ് വിവരം. ഇവരൊരു ട്രക്കിൽ ഘടിപ്പിച്ച ക്രെയിൻ വഴി കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് ജനാല പൊളിച്ച് അകത്തേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം വെറും 4 മിനിറ്റ് കൊണ്ടാണ് ഈ മോഷണം നടത്തിയത്. ഇവർ ഈ കെട്ടിടത്തിനകത്തേക്ക് കടന്നത് നിരായുധരായിട്ടാണ് എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. കയ്യിൽ യാതൊരുവിധ ആയുധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇവർ ജനാല മുറിക്കാൻ ഉപയോഗിച്ച ചില കട്ടറുകൾ കൊണ്ടാണ് അവിടെയുള്ള ജീവനക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ സാധനം ഈ വസ്തുക്കൾ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് കടന്നത്. വെറും 4 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തുന്നു. അതിനുശേഷം ഈ കെട്ടിടത്തിനകത്തേക്ക് കയറാനും പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും എല്ലാം ഉപയോഗിച്ച ആ സമയം നോക്കുകയാണെങ്കിൽ വെറും 7 മിനിറ്റ് കൊണ്ട് ഈ മൊത്തം കുറ്റകൃത്യം അവർ നടത്തി തീർത്തു എന്നതും പോലീസിനെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം അവർ അവിടെ നിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് പോകുന്നു. മോട്ടോർ സൈക്കിളിലാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതും ഇപ്പോൾ സുരക്ഷാ സേനയ്ക്ക് ഒരു നാണക്കേടാക്കുന്നുണ്ട്. ഇത്ര വേഗം, അതായത് സന്ദർശകർക്ക് വേണ്ടി ഈ മ്യൂസിയം തുറന്ന് നൽകിയ ആ ആദ്യ മണിക്കൂറുകൾ തന്നെയാണ് ഇത്ര വലിയ ഒരു കവർച്ച അവിടെ നടത്തിയത്. ഇവർ 9 സാധനങ്ങൾ മോഷ്ടിക്കാനായിട്ട് വന്നതിൽ 8 എണ്ണം ആണ് ഇവർക്ക് കവരാനായത്. ഇവർ ഉദ്ദേശിച്ചിരുന്ന ഒരു ക്രൗൺ അത് ഇവർക്ക് മോഷ്ടിക്കാനായില്ല. അവർ ഉദ്ദേശിച്ച നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയായിട്ടുള്ള എംപ്രസ് യുജനി, അവരുടെ ഒരു കിരീടമാണ് ഇവിടെ നിന്ന് മോഷ്ടിക്കാൻ അവർക്ക് സാധിക്കാത്തത്. അതും ഇവർ മോഷ്ടിക്കാനായി ലക്ഷ്യമിട്ടിരുന്നു. ഈയൊരു കിരീടത്തിന് മാത്രം പല മില്യൺ യൂറോയുടെ മതിപ്പുണ്ടെന്നാണ് വിവരം. അത് പല ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ പല കോടികൾ വില മതിക്കാനാവാത്ത ഒരു കിരീടമാണ്. അതേസമയം പണം മാത്രമാണോ അല്ലെങ്കിൽ ഈ മറിച്ച് വിറ്റ് പണം മാത്രമാണോ ഇവരുടെ ഉദ്ദേശമെന്ന് സംശയിക്കാനും കാരണങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ മോഷ്ടിച്ച സാധനങ്ങളെക്കാൾ വളരെയധികം മൂല്യവത്തായിട്ടുള്ള പല വസ്തുക്കളും ഇതിനകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റീജന്റ് വജ്രം, അത് ഏതാണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ 60 മില്യൺ യൂറോയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന ഒരു വജ്രമാണ്. ഈ സാധനം ഇവരുടെ മോഷ്ടിച്ച ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടും ഇവർ ആ വസ്തു മോഷ്ടിച്ചില്ല. മറ്റ് 8 സാധനങ്ങളാണ് മോഷ്ടിച്ചത്. ഈ കിരീടവും ഇവർക്ക് കിരീടം മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും അത് സാധിച്ചില്ല. വിലപിടിപ്പുള്ള മറ്റ് വസ്തുക്കൾ അവിടെ ഉണ്ടായിട്ടും അതൊന്നും മോഷ്ടിക്കാതെ ഈ 8 സാധനങ്ങൾ സ്പെസിഫിക് ആയിട്ട് അവർ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എടുത്തതുപോലെ ഈ 8 എണ്ണം മാത്രം മോഷ്ടിച്ചതിന് പിന്നിൽ ഏതെങ്കിലും കളക്ടർമാരാകാമെന്ന് സംശയിക്കാനും കാരണം ഇതാണ്. കാര്യം ചില ആളുകൾ ഇത്തരത്തിൽ ഈ
അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ മോഷ്ടിച്ച് അത് അവരുടെ പക്കൽ സൂക്ഷിക്കുന്ന ചില ഒരു ഹോബിയുള്ള വിചിത്രമായിട്ടുള്ള മെൻറ്റാലിറ്റിയുള്ള ചില ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാരാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കാനും ഈ ഒരു കാരണം തന്നെയാണ്. എന്തായാലും അക്രമികൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോഷണ ശ്രമത്തിനിടയിൽ ഇവർ വന്ന ട്രക്ക് കത്തിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടു. അതുപോലെ തന്നെ അക്രമികളിൽ ഒരാൾ ഒരു മഞ്ഞ റിഫ്ലക്ടർ പോലെയുള്ള ഒരു വസ്ത്രം ധരിച്ചിരുന്നു. അത് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതും പോലീസിന് ഒരു തെളിവാണ്. അക്രമികളെല്ലാം മുഖംമൂടി ഇട്ടിരുന്നതിനാൽ CCTVയിൽ അവരാരാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്തായാലും മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ച് വരികയാണ്. അനുശ്രീ, അജയ്, ഈ മ്യൂസിയത്തിനടുത്തേക്ക് ട്രക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. ഈ ട്രക്കിൽ ഘടിപ്പിച്ച ഗോവണിയിലൂടെ അവർ ബാൽക്കണിയിലേക്ക് കയറുന്നു. ഇത്രയും അവർ കയറാനെടുത്ത ഒരു സമയം, അത് വലിയൊരു സുരക്ഷാ വീഴ്ചയെ കൂടി ചൂണ്ടിക്കാണിക്കുകയല്ലേ? അതെ, തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്ന് അടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. കാര്യം ഇതിൻ്റെ ഈ മ്യൂസിയത്തിൻ്റെ മുക്കും മൂലയും അവർക്ക് നേരത്തെ അറിയാം ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അത് എങ്ങനെയൊക്കെ കവരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ട്രക്ക് ഈ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ഉടൻ തന്നെ ട്രക്കിലെ ആ ക്രെയിൻ വഴി കെട്ടിടത്തിൻ്റെ മുകളിലെ ഗോവണിയിലേക്ക് കടക്കുന്നു, ഗോവണി ഉടൻ പൊളിക്കുന്നു, അകത്ത് കയറുന്നു, സാധനങ്ങൾ എടുക്കുന്നു, പുറത്തു വരുന്നു. ഇതിനെല്ലാം ആകെ വേണ്ടി വന്നത് 7 മിനിറ്റാണ്. 7 മിനിറ്റ് കൊണ്ട് ഈ 4 പേർ കവർച്ച മുഴുവൻ നടത്തിക്കഴിഞ്ഞ് വളരെ വിജയകരമായി തന്നെ പുറത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 9 സാധനങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചതിൽ 8 എണ്ണവും ഇവർക്ക് മോഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു കിരീടം മാത്രമാണ് മിസ്സായിട്ടുള്ളത്. നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയുടെ കിരീടം മാത്രമാണ് ഇവർക്ക് എടുക്കാൻ സാധിക്കാതെ പോയത്. മറ്റെല്ലാ സാധനങ്ങളും മറ്റെല്ലാ അമൂല്യ വസ്തുക്കളും ഇവിടെ നിന്ന് മോഷ്ടിക്കാൻ സാധിച്ചു. ഈ മോഷ്ടിച്ച വസ്തുക്കളുടെ മൂല്യം എത്രയാണ് എന്നത് കൃത്യമായി ഒരു വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെ വിഷയത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവരുടെ ഒരു കൾച്ചറിന്, അവരുടെ ഒരു ഹെറിറ്റേജിന് മേലുള്ള ആക്രമണമാണ് ഇതെന്നാണ് ഇമ്മാനുവൽ മാക്രോൺ വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം. ഫ്രാൻസിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട പല ചരിത്ര വസ്തുക്കൾ, ഈ മൊണാലിസ പോലെയുള്ള ചിത്രങ്ങളെല്ലാം അടങ്ങിയതാണ് ഈ മ്യൂസിയം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവർ കൈക്കലാക്കിയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു മോഷണത്തിൽ, അത് തീർച്ചയായിട്ടും ഒരു ഫ്രഞ്ച് ജനത മാത്രമല്ല, ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. ഈ മോഷ്ടാക്കൾക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ സജീവമായി തെരച്ചിൽ നടത്തുകയാണ്. ഈ മാധ്യമപ്രവർത്തകർ ഇന്നലെ പോലീസ് ഈ ഉന്നതരുടെ അടുത്ത് വിദേശ ബന്ധം ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ അതിൽ നിലവിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനുശ്രീ, ശരി. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.